സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവൻ ഒത്തിരി സന്തോഷത്തോടെ രാധികയും വരണുമാണ് ഒന്നിച്ച് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് അവരെ ചേർത്ത് വെക്കാൻ തുടങ്ങുമായിരിക്കും. ഇത് കാണുന്ന സുകുമാരിയമ്മ അതിനെ തടയുകയും നീ നിൻ്റെ സ്വന്തം മോളുടെ ജീവിതമാണ് നശിപ്പിക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവൻ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വാക്കുകളെല്ലാം കേട്ട് ദേവന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയും അവിടെ തളർന്നു വീഴുകയും ചെയ്യുവാണ് കേട്ടോ. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുവാണ് രാധികയും യശോദയും മുത്തശ്ശിയും എല്ലാവരും. അങ്ങനെ അവരെ ഡോക്ടറെ വേഗം തന്നെ വിളിച്ചു വരുത്തുവാണ്. ഈ സമയം ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും ദേവനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം പുറത്ത് പ്രാർത്ഥനയോട് കൂടി നിൽക്കുമായിരിക്കും രാധിക യശോദയൊക്കെ. ഈ സമയം ഡോക്ടർ ദേവനെ പരിശോധിച്ചിട്ട് അവരുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, പേഷ്യൻറ്റിന് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും എന്തിനാ അദ്ദേഹത്തെ വേദനിപ്പിച്ചത്? ദേവനാരായണൻ പതിയെ റിക്കവറായി വരികയായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായി നെഞ്ചുവേദന എല്ലാം തകിടം മറിച്ചു കളഞ്ഞു. ദേവനാരായണൻ ഇനി തിരികെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് പോലും ഞങ്ങൾക്കിപ്പോൾ ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല മാഡം. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനൊരു ഓപ്പറേഷൻ വേണം. ആ ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞാലും അദ്ദേഹത്തെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. എന്താണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ദേവനാരായണന് തിരികെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ മട്ടിൽ ഡോക്ടേഴ്സൊക്കെ സംസാരിക്കുവാണ്. അതെല്ലാം കേട്ട് ആകെ തകർന്നു പോകുവാണ് കേട്ടോ രാധികയും യശോദയൊക്കെ. യശോദയാണെങ്കിൽ ദേവിയേട്ടാന്നും പറഞ്ഞ് ചങ്കുപൊട്ടി കരയുവാണ്. അന്നേരം രാധിക അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും രാധികയുടെ മനസ്സും കൈവിട്ട് പോകുവാണ് കേട്ടോ. പിന്നീട് ദേവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ആ സമയം രാധികയും യശോദയെല്ലാം ദേവൻ്റെ അരികിൽ ചുറ്റും കൂട്ടി നിൽക്കുവാണ്. പലതവണ അച്ഛന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ദേവൻ കണ്ടു തുറക്കുന്നില്ല കേട്ടോ. അങ്ങനെ ദേവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നേരെ അവിടെയുള്ളൊരു ഭഗവാന്റെ മുമ്പിലേക്ക് ഓടിപ്പോകുവാണ്. എന്നിട്ട് അച്ഛൻ്റെ ജീവന് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് രാധിക. ഈ സമയത്താണെങ്കിൽ യശോദയാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുമായിരിക്കും. അങ്ങനെ വരുണും ശ്യാമയൊക്കെ ചേർന്ന് യശോദയെ ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആ ഹിന്ദി സിനിമയിലെ ഒരു നായികയായിട്ട് പ്രിയങ്കയെ സെലക്ട് ചെയ്തു എന്ന് ആദ്യ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ച് പറയുന്നതാണ്. അത് കേട്ട പ്രിയങ്ക ഒത്തിരി സന്തോഷിക്കുവാണ് കേട്ടോ. അതിനെക്കുറിച്ച് കാര്യങ്ങളും മറ്റും സംസാരിക്കാനായിട്ട് ഞാനും അതിൻ്റെ പ്രൊഡ്യൂസറും കൂടി നേരെ പ്രിയങ്കയെ കാണാൻ കടമംഗലത്തേക്ക് വന്നുകൊണ്ടിരിക്കുവാന്നും പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട പ്രിയങ്ക കുറച്ച് ടെൻഷനാകുവാണ്. ഇവിടെയുള്ള മറ്റുള്ളവരറിഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പ്രിയങ്ക അവർ വരുന്നതും കാർത്ത് പുറത്തു തന്നെ നിൽക്കുമായിരിക്കും. ഈ സമയം അവർ രണ്ടാളും കാറിൽ അവിടെ എത്തുവാണ്. അങ്ങനെ അവരെ കാണുന്നത് പ്രിയങ്ക അവരെ നേരെ ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാണ്. അവിടെ എല്ലാ കസേരയിലിരുന്ന് അവർ സിനിമയെക്കുറിച്ചും അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സമയം അതുവഴി പോകുന്ന മുത്തശ്ശി ഈ കാഴ്ച കാണുവാണ്. എന്തോ രഹസ്യമായിട്ട് പ്രിയങ്ക ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക മുത്തശ്ശിയെ കാണുന്നതും അവർ വേഗം ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ടൊക്കെ ശ്രമിക്കുവാണ് കേട്ടോ. മുത്തശ്ശി ഇതിനെക്കുറിച്ച് പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ പ്രിയങ്കയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വിട്ടു പറയുന്നില്ല കേട്ടോ. എന്തോ ഒരു കാര്യം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാകുവാണ്. പ്രിയങ്കയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ സിനിമയിൽ അഭിനയിച്ചേ പറ്റൂ. അതിന് അവർ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് ദേവനാരായണൻ്റെ ഓപ്പറേഷനാണ്. അങ്ങനെ ഓപ്പറേഷൻ നടത്തുന്നുണ്ടെങ്കിലും എന്തോ പെട്ടെന്ന് സംഭവിക്കുകയാണല്ലോ. അങ്ങനെ ഡോക്ടേഴ്സ് വന്ന് എന്തോ ചില കാര്യങ്ങൾ യശോദയോടും വരുണിനോടും ഒക്കെ പറയുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ആ വാക്ക് കേട്ട് താഴ്ന്നു പോകുവാണ് യശോദ. ഈ സമയം ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്ന് ഓടിപ്പോയി ഭഗവാന്റെ മുമ്പിൽ തല ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് കണ്ട് ശ്യാമ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്